എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? ഭൂതകാലത്തിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ സൂചിപ്പിക്കുക, അല്ലേ? മറാഠിയിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ പൂർണ്ണ ഭൂത്കാൾ എന്നാണ് പറയുക. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഞാൻ പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് മറാഠിയിൽ പൂർണ്ണ ഭൂത്കാൾ അഥവാ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. മീ ബാഗേത് ബസ്ലോ ഹോത്തോ. മീ ഞാൻ, ബാഗേത്ത് ബാഗ് എന്ന് പറഞ്ഞാൽ പാർക്ക് അല്ലെങ്കിൽ ഗാർഡൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബാഗേത്ത് എന്ന് പറഞ്ഞാൽ ഗാർഡനിൽ. ബസ്ലോ ഹോത്തോ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ബസ്ലോ എന്നതൊരു ആക്ഷൻ വേർഡാണ്. ഇരിക്കുക എന്നതിനെ സൂചിപ്പിക്കുന്ന ആക്ഷൻ വേർഡ്. ഇതിൻ്റെ മൂൽ ശബ്ദം എന്താണ്, അല്ലെങ്കിൽ റൂട്ട് വേർഡ് എന്താണ്? ബസണേ. ബസണേ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ബസണേ എന്നത് ബസ്ലോ എന്നാകും. ഹോത്തോ ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹോത്തോ. ഇവിടെ ബസ്ലോ ഹോത്തോ എന്ന് പറയാൻ കാരണം മീ അല്ലെങ്കിൽ ഞാൻ ഒരു പുരുഷനാണ്. ഓക്കെ, ഒരു മെയിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ബസ്ലോ ഹോത്തോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. മീ ബാഗേത് ബസ്ലോ ഹോത്തോ. ഇതേ കാര്യം ഒരു ഫീമെയിൽ പറയുമ്പോൾ മീ ബാഗേത് ബസ്ലേ ഹോത്തേ. ഞാൻ ഗാർഡനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ബസ്ലേ ഹോത്തേ. ബസണേ എന്നത് ബസ്ലേ എന്നാവും. ഉണ്ടായിരുന്നു എന്നതിന് ഹോത്തേ, കാരണം അതൊരു ഫീമെയിലാണ് പറയുന്നത്. നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ടെൻസിൻ്റെ മറ്റ് ക്ലാസ്സസിലും പഠിച്ചത്. എങ്ങനെയാണ് റൂട്ട് വേർഡിന് മാറ്റം വരിക, അതുപോലെ ആയിരുന്നു, ആണ് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകൾ എന്താണ്, ജെൻഡർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ആ വാക്കുകൾ മാറുക. ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് പഠിക്കുന്നത്. ഇവിടെ ആൺകുട്ടി പറയുമ്പോൾ മീ ബാഗേത് ബസ്ലോ ഹോത്തോ എന്നും പെൺകുട്ടി പറയുമ്പോൾ മീ ബാഗേത് ബസ്ലേ ഹോത്തേ എന്നും വേണം പറയാൻ. ഇനി ഇതേ കാര്യം പ്ലൂറലായിട്ട് ഞങ്ങൾ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു എന്ന് പറയാൻ ആമി ബാഗേത് ബസ്ലോ ഹോത്തോ. ഇവിടെ ഹോത്തോ ബസ്ലോ ഹോത്തോ എന്നത് പ്ലൂരലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാം, മെയിൽ പറയുമ്പോഴും ബസ്ലോ ഹോത്തോ ആണ്, പ്ലൂരലായിട്ട് പറയുമ്പോഴും ബസ്ലോ ഹോത്തോ ആണ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും? പക്ഷേ അവിടെ സബ്ജക്റ്റ് നോക്കണം. ഓക്കെ, സബ്ജക്റ്റ് മീ ബാഗേത് ബസ്ലോ ഹോത്തോ. അവിടെ മീ എന്നത് ഒരു ആൺകുട്ടി ആണെങ്കിലാണ് നമ്മൾ ബസ്ലോ ഹോത്തോ എന്ന് പറയുക, ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ. പക്ഷേ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കേസിൽ ബസ്ലോ ഹോത്തോ എന്ന് വന്നാലും സബ്ജക്റ്റ് എങ്ങനെയാണ്? ആംഹി എന്നാണ്. അപ്പോൾ ആംഹി ബാഗേത് ബസ്ലോ ഹോത്തോ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഗാർഡനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റും നോക്കണം, വെർബും നോക്കണം, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു വാക്കുകളും നോക്കണം. ഓക്കെ, ഇനി നമ്മൾ ബാഗേത്ത് അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ആപ്പൺ ബാഗേത് ബസ്ലോ ഹോത്തോ എന്ന് വേണം പറയാൻ. ഇനി ഒരു ആൺകുട്ടിയോട് നീ പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ നമുക്ക് പറയാം? തു ബാഗേത് ബസ്ല ഹോത്താസ്. തു നീ, ബാഗേത് പാർക്കിൽ അല്ലെങ്കിൽ ഗാർഡനിൽ, ബസ്ല ഹോത്താസ്. ഇവിടെ ബസ്ല ഹോത്താസ് എന്ന വാക്ക് കണ്ടാൽ അറിയാം, എന്ന രണ്ട് വാക്കുകൾ കേട്ടാൽ അറിയാം ഇതൊരു ആൺകുട്ടിയോടാണ് പറയുന്നത് എന്നത്. ഓക്കെ, അതുപോലെ ഇതേ കാര്യം ഒരു പെൺകുട്ടിയോട് പറയാനോ? തു ബാഗേത് ബസ്ലി ഹോത്തീസ്. ഇത് നമ്മൾ ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആൺകുട്ടിയോടോ പറയുമ്പോൾ. ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, പ്ലൂരൽ നൗണാണ്, അവരോട് പറയാൻ നേരത്തോ തുംഹി ബാഗേത് ബസ്ല ഹോത്താത്ത്. ഓക്കെ, ഇനി തുംഹി എന്ന വാക്ക് നമുക്കറിയാം പ്ലൂരലായിട്ട് മാത്രമല്ല ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാനും തുംഹി എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഒരാളോട് റെസ്പെക്റ്റ്ഫുള്ളി നമുക്കിത് പറയണം. നിങ്ങൾ പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയണം. എങ്ങനെ പറയാം? തുംഹി ബാഗേത് ബസ്ല ഹോത്ത. അതേപോലെ ആപ്പൺ എന്ന വാക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് റെസ്പെക്റ്റ് കൊടുക്കാൻ. താങ്കൾ എന്നർത്ഥം വരുന്ന
ആപ്പൺ എന്ന വാക്ക്. അതുപയോഗിച്ച് എങ്ങനെ പറയാം? ആപ്പൺ ബാഗേത് ബസ്ല ഹോത്ത. മനസ്സിലായില്ലേ? ഇനി അവൻ പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് വേറൊരാളോട് നമുക്ക് പറയണം. ഓക്കെ, അതെങ്ങനെ പറയാം? തോ ബാഗേത് ബസ്ല ഹോത്ത. തോ അവൻ, ബാഗേത് ഗാർഡനിൽ അല്ലെങ്കിൽ പാർക്കിൽ, ബസ്ല ഹോത്ത ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി അവൾ പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണമെങ്കിലോ? തീ ബാഗേത് ബസ്ലി ഹോത്തി. ഇനി ന്യൂട്ടർ ജെൻഡർ, ഇത് ഫെമിനൈൻ ജെൻഡറും മാസ്കുലൈൻ ജെൻഡറിനെയും പറ്റിയിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. തോ ബാഗേത്ത് എന്ന് പറഞ്ഞാൽ മാസ്കുലൈൻ ജെൻഡറാണ്. തീ ബാഗേത്ത് എന്നത്, തീ എന്ന വാക്ക് ഫെമിനൈൻ ജെൻഡറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഇനി ന്യൂട്ടർ ജെൻഡറിന് വേണ്ടിയിട്ട്, നപുൻസക് ലിംഗിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരിക? തേ ബാഗേത്ത് ബസ്ലെ ഹോത്തെ. സാധാരണ വളരെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പറയുന്ന ഒരു ജെൻഡറാണ് ന്യൂട്ടർ ജെൻഡർ. അപ്പോൾ അങ്ങനെ പറയാൻ നേരത്ത് തേ ബാഗേത്ത് ബസ്ലെ ഹോത്തെ എന്ന് വേണം പറയാൻ. ഇനി നമുക്ക് പ്ലൂറൽ നൗണിൽ ഇതെങ്ങനെ സംസാരിക്കാം എന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ ആൺകുട്ടികളെക്കുറിച്ച് പറയാൻ തേ ബാഗേത്ത് ബസ്ലെ ഹോത്തെ. തേ ഇവിടെ സൂചിപ്പിക്കുന്നത് ആൺകുട്ടികളെയാണ്. ഒന്നിൽ കൂടുതൽ ആൺകുട്ടികൾ. ബാഗേത്ത് ബസ്ലെ ഹോത്തെ, പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതേ കാര്യം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെക്കുറിച്ച് പറയാൻ നേരത്ത് ത്യാ ബാഗേത്ത് ബസ്ല്യ ഹോത്യ. ഇനി ഇതേ കാര്യം പ്ലൂറൽ ന്യൂട്ടർ ജെൻഡറിന് വേണ്ടി പറയാൻ നേരത്ത് തീ ബാഗേത്ത് ബസ്ലി ഹോത്തി. ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഇൻ ജനറലായിട്ട് നമ്മൾ പറയുകയാണ്. മറാഠിയിൽ അത് ന്യൂട്ടർ ജെൻഡറായിട്ടാണ് വരിക. ന്യൂട്ടർ ജെൻഡറിൽ പ്ലൂറൽ നൗൺ ഉപയോഗിച്ച് പറയുമ്പോൾ പ്രോനൗൺ തീ എന്നാവും. തീ, അത്, അവർ എന്ന്. തീ എന്നത് അവർ എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ജെൻഡർ ന്യൂട്ടർ ജെൻഡറാണ്, നപുൻസക് ലിംഗാണ്. ഓക്കെ, അപ്പോൾ തീ ബാഗേത്ത് ബസ്ലി ഹോത്തി, അവർ പാർക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. Until we see next time, happy living guys.